നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമുക്ക് ഒരു അമ്പഴങ്ങ അച്ചാർ. നമുക്ക് നല്ല ഫ്രഷായിട്ട് അമ്പഴങ്ങ കിട്ടിയിട്ടുണ്ട് എനിക്ക്. അത് നമുക്ക് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യാം. ഓക്കെ, ഒന്നുമില്ല, കഴിഞ്ഞ അതിൻ്റെ ഞെട്ടൊക്കെ ഒന്ന് പൊട്ടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം നമുക്ക്. എന്നിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് കേട്ടോ. നല്ലതായിട്ട് ക്ലിയറായി. ഞാനിതൊന്ന് നമുക്ക് വാട്ടിയെടുക്കാം. ഓക്കെ, വളരെ പെട്ടെന്ന് നടക്കുന്നു, വളരെ ഇൻസ്റ്റൻ്റായിട്ട് നടക്കും, പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യാം. നമ്മളുടെ ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് വാട്ടിയെടുത്തു. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട്, ഞാൻ രണ്ടായിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അമ്പഴങ്ങ അച്ചാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അമ്പഴങ്ങ അച്ചാർ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു മെമ്മറീസാണ് നമ്മുടെ ജീവിതത്തിൽ. അത് നോട്ട് അവൈലബിൾ അല്ല ഈ സാധനം. ഇപ്പം കേരളത്തിലൊക്കെ വളരെ കുറവായിട്ടൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. ഞാൻ പഴയ വർഷങ്ങൾക്ക് മുന്നുള്ള കാര്യം പറയുന്നത്. ഈവൻ ഞാൻ ഈ ഡൽഹിയിൽ താമസിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഈ സാധനം കണ്ടപ്പോൾ ഇത് എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെയാണ് നമ്മളിത് അറിയുന്നത്. ഇതിന് വളരെ കുറച്ച് സാധനമുണ്ട്. നമ്മുടെ അച്ചാറിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രം മതി. വെളുത്തുള്ളി, ഇഞ്ചി, ഒരു 2-3 പച്ചമുളക്, നല്ല സ്പൈസി പച്ചമുളകാണ് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, കറുത്തിരിക്കുന്ന പച്ചമുളക്, പച്ചക്കളർ, ഭയങ്കരമായിട്ട്. ഇത് നല്ല വലിപ്പമുള്ള വെളുത്തുള്ളിയാണ് കേട്ടോ. നല്ല വലിപ്പമുണ്ട്, നല്ല ഫ്ലേവറുണ്ട്. അത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുന്നത് നല്ലതാണ്. അച്ചാറുകൾക്ക് എപ്പോഴും നമ്മൾ വെളുത്തുള്ളി കൂടുതൽ ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലതാണ്, വളരെ നല്ലതാണ്. ഓക്കെ, ഞാനതുപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. വളരെ കുറച്ചതുള്ള പെട്ടെന്ന് നടക്കുള്ളൂ, നമ്മുടെ വീഡിയോയും പെട്ടെന്ന് തീരും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നിങ്ങളെ ബോറടിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കട്ട് ചെയ്യുന്നത്. നമുക്ക് ഇഞ്ചിയും ചെറുതായിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. പിന്നെ കൂട്ടുകാരെ, ഞാനൊരു കാര്യം മറന്നുപോയി. എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നതാണ്, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻസ് ഇടണം. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ലൈക്ക് ആൻഡ് ഷെയർ. സോ ഐ എം വെരി ഹാപ്പി. ഞാൻ വളരെ സന്തോഷം എനിക്ക് കിട്ടും. അതിപ്പോൾ ആര് എന്ത് ചെയ്താലും. ഞാൻ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള കൂടുതൽ ഫുഡുകളും അച്ചാറുകളും ഒക്കെയാണ് ഞാൻ എൻ്റെ ബ്ലോഗിനകത്ത്, എൻ്റെ ചാനലിനകത്ത് ഞാൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, ആൻഡ് എനി സജഷൻസ്, അത് നമ്മൾ വളരെ സന്തോഷം ഉണ്ടാവും നമുക്കത്. നിങ്ങൾ പറയുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനകത്ത് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി നിങ്ങൾ എന്നോട് പറയണം. ഞാൻ വളരെ സന്തോഷത്തിലാണ് ഈ കാര്യത്തിൽ. വളരെ കുറച്ച് കണ്ടില്ലേ, കുറച്ച് കറി ലീഫ് ഒക്കെ എടുത്തിട്ടുണ്ട്. എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്, ഒന്ന് ചൂടായിട്ടുണ്ട്. കാണിച്ചിട്ടില്ല. നമുക്ക് കുറച്ച് കടുകിടാം. പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇട്ടിട്ട് നമുക്ക് നല്ലതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ലതായിട്ട് റോസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ അത്യാവശ്യം നല്ലതായിട്ട് കരിവേപ്പില ഇട്ടു. ഓക്കെ, കറി ലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ്, അതിൻ്റെ മണം വേറെയാണ്. നമ്മൾ ഈ അച്ചാർ പോലുള്ള സാധനങ്ങളൊക്കെ ഇടുമ്പോൾ ഇപ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം, ആ ടേസ്റ്റ്, നമുക്കത് വളരെ നല്ല ഒരു ഈ കരിയാപ്പിലയുടെ മണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം. ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റത്തില്ല. സൗത്ത് ഇന്ത്യൻ ഫുഡുകളിൽ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു സാധനമാണ് കറി ലീഫ് അല്ലെങ്കിൽ കറിയാപ്പില എന്ന് പറയുന്ന സാധനം. ഉറപ്പായിട്ട് നിങ്ങൾ ഇത് ചെയ്ത് നോക്കണം. ഇതിനിപ്പം വലിയൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ഒന്നും വേണ്ട. ഞാൻ അതുകൊണ്ടാണ് കൂട്ടുകാരെ ഞാൻ പലപ്പോഴും കൂടുതലായിട്ട് അച്ചാറുകൾ തന്നെ ഞാൻ ഉൾപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും. അതാണ് എൻ്റെ ഇത്. എല്ലാവരും ചെയ്യണം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, ഇതിനകത്തൊരു കുറവും വരില്ല, ഒരു പ്രശ്നമില്ല. അതായത് നമ്മുടെ അച്ചാറുകളിൽ ഈവൻ നമ്മൾ കുറച്ച് മുളക് പൊടി കൂടിയാൽ പോലും ഒരു കാരണവശാലും ഒരു പ്രശ്നം വരുന്നില്ല. ഈവൻ നമ്മൾ ഇച്ചിരി ഉപ്പ് കൂടിയാൽ പോലും ആ അച്ചാറിനകത്തൊരു പ്രശ്നം വരുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. നേരെ മറിച്ച് വേറെയുള്ള ഏതെങ്കിലും ഒരു കറിയിലാണെങ്കിൽ ഉപ്പ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയി, അത് പിന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് അച്ചാറാണെങ്കിലോ
അതിൻ്റെ ടേസ്റ്റ് കൂടി കൂടി വരും, അതിൻ്റെ രുചി കൂടി വരും. അപ്പം ഇതാണ് നമ്മളുടെ ഈ അച്ചാറും ബാക്കിയുള്ള കറികളും ഒക്കെ ആയിട്ടുള്ളൊരു വ്യത്യാസം. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ലതായിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് റോസ്റ്റ് ആകും. അച്ചാറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം നമ്മുടെ സൈഡ് ഡിഷിൽ നമ്മുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലുള്ള ആൾക്കാരുടെ അച്ചാർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഒരു അച്ചാറുണ്ടെങ്കിൽ നമുക്ക് കഞ്ഞി കുടിക്കാം. അതായത് ഒരു അച്ചാറിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചാറിനെ കുറിച്ചിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ അച്ചാർ കൂട്ടി നമുക്ക് എന്തെല്ലാം കഴിക്കാൻ പറ്റുമെന്നറിയാമോ? ഈവൻ ഇപ്പം നമ്മളൊരു കപ്പ വേവിച്ചതാണെങ്കിൽ പോലും അച്ചാറുണ്ടെങ്കിൽ, ഒരു അമ്പഴങ്ങ അച്ചാറുണ്ടെങ്കിൽ, ആ അമ്പഴങ്ങ അച്ചാറും കപ്പയും കൂട്ടുകാരെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. അത് വളരെ ടേസ്റ്റായിട്ടുള്ളൊരു സംഭവമാണ്. അമ്പഴങ്ങയും കപ്പയും, ചക്കപ്പുഴുക്കും അമ്പഴങ്ങ അച്ചാറും ഭയങ്കര രസകരം. അപ്പോൾ കപ്പയും മീനും പോലെ നമ്മൾ പറയുന്നത് പോലെ തന്നെയാണ് അമ്പഴങ്ങ അച്ചാറും ചക്കപ്പുഴുക്കും കപ്പ വേവിച്ചതും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും എക്സലൻ്റ് ആയിട്ടുള്ള ഇതാണ്. നല്ലതായിട്ട് റോസ്റ്റിലേക്ക് ബ്രൗൺ കളർ വന്നിരിക്കുന്ന നോക്കൂ കൂട്ടുകാരെ, എത്ര രസകരമായിട്ട് വന്നിരിക്കുന്നു നോക്കി. ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഇനി നമുക്ക് നമ്മളുടെ അമ്പഴങ്ങ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ അമ്പഴങ്ങ എടുത്ത് നമുക്കൊന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് റോസ്റ്റ് പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഓക്കെ. ആൻഡ് അത് ഭയങ്കര രസം. നിങ്ങളിങ്ങനെ ചെയ്യണം, ഉറപ്പായിട്ട് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് നടക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഓക്കെ. നല്ല പുളിയാണ് അമ്പഴങ്ങയ്ക്ക്, അസാധ്യമായിട്ടുള്ള പുളിയാണ് കേട്ടോ. ഇനി നമുക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള നമ്മളുടെ അമ്പഴങ്ങ അച്ചാർ. അപ്പോൾ നമുക്ക് നല്ലതായിട്ട് മുളകൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് നിങ്ങൾ നോക്കിക്കാം അതിൻ്റെ കളറുകൾ നോക്കി. മോസ്റ്റ്ലി ഞാൻ കശ്മീരി ചില്ലിയാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ പച്ചമുളകൊക്കെ നല്ല എരിവുണ്ട്. അപ്പം നല്ല അത്യാവശ്യം നല്ല സ്പൈസി ആയിരിക്കും. ഓക്കെ. നല്ലതായിട്ട് ഞാനതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് നോക്കൂ. അതിൻ്റെ കളറുകൾ നോക്കൂ, നല്ല കളറ്. നമ്മുടെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ മണം വരുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു ടേസ്റ്റ് നമുക്ക് നമുക്ക് ഉലുവപ്പൊടി, ഉലുവ വളരെ പെട്ടെന്നാണ്. ആ ഉലുവ നമ്മളിട്ട് ആഡ് ചെയ്യുന്നു. പിന്നെ നമ്മൾ കുറച്ച് കായം ആഡ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. ഇത്രയും സാധനങ്ങൾ മതി. ഇനി ഒരേ ഒരു സാധനം മാത്രമേ ഉള്ളൂ നമുക്കിനി ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ളത്. ഒരേ ഒരു സാധനം. ഇനി എന്താണ്? നമ്മൾ 2 സ്പൂണ് അല്ലെങ്കിൽ 1 സ്പൂൺ നമ്മൾ കുറച്ച് വിനാഗിരിയും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ രുചികരമായിട്ടുള്ളത്, അതായത് ട്രഡീഷണലായിട്ട് ഇത് വളരെ സിമ്പിൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു അമ്പഴങ്ങ അച്ചാർ നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞു സുഹൃത്തുക്കളെ. വളരെ പെട്ടെന്ന് നിങ്ങൾ നോക്കിക്കോ, എത്ര ഈസി ആയിട്ട് നമ്മളിത് ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു നോക്കി. അതുപോലെ ടേസ്റ്റാണ്. നിങ്ങളിത് ചെയ്തിട്ട് നമ്മൾ ഇന്ന് ഉപയോഗിച്ച് നാളെ നമ്മളിത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അയ്യോ സുഹൃത്തുക്കൾ, നിങ്ങളോട് പറയാൻ പറ്റില്ല, അത്ര ടേസ്റ്റാണ്. നമ്മുടെ മെമ്മറീസ് നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ കഴിച്ച ആ രുചി നമുക്ക് കിട്ടും. ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യണം. ഇതിന് കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഒന്നും വലിയൊരു എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്നെക്കാളും കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ഡെഫിനറ്റ്ലി പ്ലീസ് ട്രൈ. ആൻഡ് എനി സജഷൻ നിങ്ങൾ ഉറപ്പായിട്ടും എനിക്ക് എൻ്റെ കമൻറ്റ്സ് ബോട്ടിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യണം. ഓക്കെ. റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. താങ്ക് യു സോ മച്ച്. See you soon.